ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിക്കുകളുടെ ട്രെയിനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കിട്ടുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ചെയർ ഉപയോഗിക്കുന്നത് നമ്മുടെ ലെഗിന്റെ പൊസിഷനും ആംഗിളൊക്കെ കൃത്യമാവുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തവർ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ചെയർ ഇപ്പൊ നിങ്ങൾക്ക് ചെയർ തന്നെ കിട്ടിയില്ലെങ്കിൽ ഇത്ര ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവൽ ഹൈറ്റ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അതിന്റെ ഒരു മുകളിൽ കൂടി അപ്പൊ നമ്മുടെ ഇതിന്റെ ഇത് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലെഗിന്റെ പൊസിഷനും ആംഗിളൊക്കെ ഇതൊന്ന് കൃത്യമാവുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോ ഒരു വുഡൻ ചെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വുഡൻ ചെയർ വേണമെന്നില്ല, ഒരു PVC ചെയർ ആയിരുന്നായിരിക്കും നല്ലത്. കാരണം ലെഗൊക്കെ ചെറിയ ടച്ച് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിന് പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് PVC ചെയർ ആയാലും മതി. നമുക്ക് ഫുൾ റൗണ്ട് ഓഫ് ചെയ്യാം. ബാക്ക് ലെഗ് ഫുൾ റൗണ്ട് ചെയ്തിട്ട് ഒരു ടേൺ ഫുൾ ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പം അത് ചെയ്യുമ്പോൾ ഇവിടുന്ന് ലെഗ് എടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ കൂടി ബോഡി ഫുൾ ടേൺ ആയിട്ട് ഇതുപോലെ ഫുൾ ടേൺ ചെയ്തിട്ട് നേരെ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ ആ ലെഗ് വെക്കുക. ഒന്ന് ചെയ്ത് നോക്കാം. 1 2 3 4. അപ്പൊ ഈ രീതിയിലാണ് അത് കിക്ക് ചെയ്യുന്നത്. രണ്ട് സൈഡും ചെയ്യാം. 1 2 3. അപ്പം ലെഗ് ഫുള്ളായിട്ട് ബോഡി ഫുള്ളായിട്ട് ടേൺ ആവുന്ന രീതിയിൽ. ഇനി ഒരു കിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഗ് ചേഞ്ച് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൂടി ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സൈഡ് ഈ ചെയറിന്റെ ഒരു സ്റ്റെപ്പ് സൈഡിലേക്ക് നീങ്ങുക. എന്നിട്ട് ഇവിടുന്ന് കിക്സ് അടിച്ചിട്ട് കിക്സ് അടിച്ച് നേരെ ഇവിടെ ലാൻഡ് ചെയ്യുക. അടുത്ത ലെഗ് എടുത്തിട്ട് ടേൺ ചെയ്യുക, ബോഡി ടേൺ ചെയ്യുക. ഇനി ഇവിടുന്ന് 1 സ്റ്റെപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ 1 2 1 2 1 2 1 2. ഇതുപോലെ സ്റ്റെപ്പ് മൂവ് ചെയ്ത് ചെയ്യാം. കിക്ക് ഫാസ്റ്റ് ആകാനും നമുക്ക് ഈ ഒരു രീതി സഹായിക്കും. അതിന് നമുക്കൊരു റിവേഴ്സ് കിക്ക് ചെയ്ത് നോക്കാം. പുറകിലേക്കാണ് ടേൺ ചെയ്യുന്നത്. പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ബാക്കിലെ ലെഗ് ഈ ഒരു മൊമെന്റിൽ വീണ്ടും ചെയ്യുക. ഇവിടുന്ന് ബോഡി ടേൺ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഒന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇതുപോലെ ആ ടേണിന്റെ സമയത്ത് തന്നെ സഡനായിട്ട് വെക്ക് വരുന്നതിൽ. അപ്പൊ നമുക്കടുത്ത് സൈഡ് കിക്ക് ചെയ്യാം. ഇതിന്റെ മുകളിൽ കൂടി സൈഡിലേക്ക് വരുന്ന വയ്ക്കും. അപ്പൊ അതൊന്നും ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഇതുപോലെ തന്നെ ചേർത്ത് ബാക്കി തന്നെ വയ്ക്കുക. ഇനി ഇവിടുന്ന് കിക്ക് എടുക്കുന്ന സമയത്ത് ബോഡി ടേൺ ചെയ്തിട്ടാണ് കിക്ക് എടുക്കുന്നത്. ബോഡി ടേൺ ചെയ്ത് ഇവിടുന്ന് വലിച്ചിട്ട് താഴേക്ക് വെക്കുക. വീണ്ടും എടുക്കുക. കിക്ക് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, താഴെ വെക്കുക. അപ്പൊ ഇതുപോലെ സൈഡ് കിക്ക് രണ്ട് ലെഗും രണ്ട് സൈഡും ചെയ്യാം. രണ്ട് ലെഗും മാറി മാറി പ്രാക്ടീസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ക്രസന്റ് കിക്ക് ചെയ്യുന്നതിന്റെ കൂടെ ഒരു സ്പിന്നിങ് ക്രസന്റ് കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈം ഈ ഒരു കിക്ക് ചെയ്തു. ഇനി അതിന്റെ ബാലൻസ് ആയിട്ട് ഒരു സ്പിന്ന്, അടുത്ത ലെഗിന് ഒരു സ്പിന്നിങ് ക്രസന്റ്. അപ്പൊ അത് നോക്കാം. അപ്പൊ അതിന് ചെയർ പറ്റില്ല, കാരണം ഒരു ലെങ്ത് കൂടി ഉള്ളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഫസ്റ്റ് കിക്ക് അടിക്കുന്നു. ഓക്കെ 1 ഇതിലൊന്ന്, സെക്കൻഡ് 2. ഒന്നൊരു ചെയ്ത് നോക്കാം. ഫസ്റ്റ് കിക്ക് അടിക്കുന്ന സമയത്ത് ഇവിടെ ഫേസ് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ 1 സെക്കൻഡ് ജമ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ലെഗിന് ഓക്കെ ഇതുപോലെ ഫേസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കിക്ക് അടിക്കാം. അപ്പൊ എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.